ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലന്റെ സമയോചിതമായ ഇടപെടൽ കാരണം നമ്മുടെ അനുവിലുണ്ടായിരുന്ന സകല ഭയങ്ങളും മാറിയിരിക്കുകയാണ്. കോടതിയിൽ പോയി അലോകിനെതിരെ തന്നോട് അവൻ ചെയ്ത സകല കാര്യങ്ങളും വെട്ടി തുറന്നു പറയാനുള്ള ധൈര്യമൊക്കെ അനുവിൻ്റെ മനസ്സിലിപ്പം സജ്ജമായിട്ടുണ്ട് കേട്ടോ. അപ്പം അനുവാണെങ്കിൽ പുറത്തു ഇറങ്ങാനും ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ മീനുവിനും മിത്രയ്ക്കും ഒപ്പം പോകാനായിട്ട് അനുവും തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ആൾക്കാർ തന്നെ നോക്കുമ്പം എന്തോ പോലെ തോന്നുന്ന അനു തല ഉയർത്തിപ്പിടിച്ച് അവരെ ഫേസ് ചെയ്ത് ഇപ്പം നടക്കുന്നുണ്ട്. അത് കാണുന്ന മീനുവിനും മിത്രയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പം ജീവന്റെ വീട്ടിലും അനുവിനെ പറ്റിയുള്ള സകല കാര്യങ്ങളും അറിയുന്നുണ്ട്. ബാലൻ ഇത്തരത്തിൽ ഒരു വീഡിയോ കൂടി ചെയ്തതോടുകൂടി അവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ ജീവനും അനുവിനെ കാണാൻ ഇടയാകുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ജീവനെ മുന്നിൽ കാണുമ്പം എന്ത് സംസാരിക്കണമെന്നറിയാതെ അനു ഒന്ന് പതറി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പം മീനും മിത്രയും പറയും, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ തല കൊനിച്ച് നിൽക്കുന്നത്? തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവന്റെ മുന്നിൽ നിന്ന് നിൽക്കണം. അവനോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, സംസാരിക്കുകയും വേണം, അല്ലാതെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും ജീവനോട് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയല്ലേ ചേച്ചി, എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ അങ്ങനൊരു തീരുമാനം എടുത്തെങ്കിലും അതിൻ്റെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് ജീവനെ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുവും മീനും മിത്രയും നിൽക്കുന്ന കാണുമ്പം ജീവൻ അവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അനുശ്രീയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പം അറിയുന്നുണ്ട്. അങ്കിളിപ്പം ഭയങ്കര വൈറലായി മാറിയിരിക്കുകയല്ലേ എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോൾ മീന് പറയും, നാട്ടുകാരുടെ പല രീതിയിലുള്ള ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അച്ഛന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, അതിന് ഫലം കണ്ടു, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളുടെ അനുമോള് ക്രൂശിക്കപ്പെടേണ്ടതായി വന്നേനെ എന്ന് പറയാം. അനു ഇപ്പം ദേവമംഗലത്താണല്ലേ, അലോക് ജയിലിലും. അനുവിന് ഈ കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മേലായിരുന്നോ, കല്യാണത്തിൻ്റെ തലേ ദിവസമെങ്കിലും എന്ന് ചോദിക്കുക. അപ്പം അനു പറയും, ജീവ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് ആർക്കെന്ത് ഗുണമാണ് ഉള്ളത് എന്ന് പറയാം. ജീവനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടി വന്നതും ജീവനാണെന്ന് എനിക്കറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ നിവൃത്തികേടുകൊണ്ടാ. ജീവനോട് അന്ന് അലോകുമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ്. ജീവനെ കല്യാണം കഴിക്കാൻ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തതാ. എൻ്റെ അച്ഛൻ എനിക്ക് കണ്ടെത്തി തന്ന ജീവൻ എന്ന വ്യക്തി എനിക്ക് അത്രയും ചേരുന്ന ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാ. പക്ഷേ കല്യാണ തലേന്ന് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. അലോകിൻ്റെ ഭീഷണിപ്പെടുത്തലിൽ ഭയന്ന് അവൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. അതിനുശേഷം നടന്നതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അവരെന്നെ കിഡ്നാപ്പ് ചെയ്ത് ഒരു മുറിയിൽ പൂട്ടിയിട്ടു. എൻ്റെ കല്യാണം മുടക്കുന്നതിന് വേണ്ടിയാ അങ്ങനെ ചെയ്തത്. പിറ്റേ ദിവസം പ്രശ്നമൊക്കെ വഷളായെന്ന് കണ്ട് അവനെന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയും ആ സാഹചര്യത്തിൽ എൻ്റെ വീട്ടുകാരുടെ തല കുനിയാതിരിക്കാനായിട്ടാ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ അവൻ ജയിച്ചു നിന്നേനെ. അവൻ ഒരു തെറ്റും ചെയ്യാത്തതുപോലെ വളർന്നു നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് പറയാം. എങ്കിലും സ്വന്തം ജീവിതം ഇല്ലാതാക്കിയിട്ട് വേണമായിരുന്നോ അനുവിന് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത് എന്ന് ജീവൻ ചോദിക്കുക. അനുവിനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. ഏതു പെൺകുട്ടികളും ഒരു പക്ഷേ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുള്ളായിരിക്കും. അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളെയൊക്കെ അത്രയധികം സ്നേഹിക്കുന്ന അനുവിന് ഇങ്ങനൊരു തീരുമാനം എടുത്തതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ എന്ന് ജീവൻ പറയാൻ കേട്ടോ. ജീവന്റെ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അനുവിനും വളരെയേറെ സമാധാനം ഉണ്ടാവുക. സാരമില്ലടോ, എനിക്ക് തന്നോട് ഒരു ദേഷ്യവും ഇല്ല. തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീർന്നതിൽ എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് ജീവൻ പറയാൻ കേട്ടോ. എന്തായാലും താൻ ഇനി നന്നായിട്ട് പഠിക്കണം, പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയാം. അതേസമയം ജീവന്റെ ആ സംസാരവും ഒക്കെ മീനും മിത്രയും ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ. അനുവിനോട് ഇപ്പോഴും ജീവന്റെ ഉള്ളിനുള്ളിൽ ചെറിയൊരു സ്നേഹമുണ്ടോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ രീതിയിലാണ് കേട്ടോ ജീവൻ സംസാരിക്കുന്നതൊക്കെ. അപ്പം അനുവിനും ഒരു നഷ്ടബോധത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ജീവനെ കാണുന്നത്. എങ്കിലും ഉള്ളു തുറന്നുള്ള ആ സംസാരം അനുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുറ്റബോധവും ഇല്ലാതാക്കി കളയാം. അപ്പം ജീവൻ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അവരോട് യാത്രയൊക്കെ ചോദിച്ച് അനുവിനെ ഒന്ന് നോക്കി തലയാട്ടിയിട്ടാണ് പോകുന്നത്. അനുവും വളരെ സന്തോഷത്തോടു കൂടി തന്നെ യാത്ര അയക്കുക. അപ്പം മീനു നമ്മുടെ മിത്രയോട് പറയും, എന്ത് നല്ല പയ്യനല്ലേ, ജീവനെ പോലെയുള്ള ആൺകുട്ടികളെയൊക്കെ മഷിയിട്ട് നോക്കിയാൽ ഇന്ന് കാണാൻ കിട്ടും. അന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അനു ഇപ്പം ജീവന്റെ ഭാര്യയായിട്ട് ജീവിച്ചേനെ എന്നൊക്കെ പറയാം. അപ്പം മിത്ര പറയും, എന്ത് ചെയ്യാനാ ചേച്ചി, ഇങ്ങനെയൊക്കെ സംഭവിക്കാനാ വിധി, അല്ലാതെ എന്ത് പറയാനായിട്ട് സാധിക്കും. ജീവനെ പോലെ നല്ലൊരു പയ്യനെ വിധിച്ചിട്ടില്ല എന്ന് പറയാം. നീ ശ്രദ്ധിച്ചോ, ജീവന്റെ സംസാരത്തിലൊക്കെ ഇപ്പോഴും അനുവിനോടുള്ള ഒരു സ്നേഹമുള്ളതുപോലല്ലേ തോന്നുന്നേ എന്ന് പറയാം. പക്ഷേ ഇനി ആ കല്യാണം നടക്കുമോ? ജീവന്റെ വീട്ടുകാർ ഇനിയും ഒരു ആലോചനയായിട്ട് മുന്നോട്ട് വരുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് മിത്രയപ്പ ചോദിക്കുക. അറിയില്ല, പക്ഷേ
അനുമോളും ജീവനും ഒന്നിക്കണമെന്ന് തന്നെയാ എനിക്ക് എന്ന് പറയാ. അതൊക്കെ ശരിയാകുമോ ചേച്ചി എന്ന് പറയാ. എന്താ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ഉടനെ വേണമെന്നല്ല, അനുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ തൽക്കാലം അവൾ പഠിക്കട്ടെ. ജീവനും ഇങ്ങനൊരു താല്പര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഇരു വീട്ടുകാരും ചേർന്ന് ജീവനുമായിട്ടുള്ള അനുവിൻ്റെ കല്യാണം നടത്തുക തന്നെ വേണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് മീനു ഇപ്പോൾ പറയാൻ കേട്ടോ. നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ എന്ന് പറയാം. അപ്പോൾ അവർ തമ്മിലുള്ള ഈ സംസാരമൊന്നും നമ്മുടെ അനു ശ്രദ്ധിക്കുന്നില്ലേ. ഹനു അവരുടെ അടുത്തേക്ക് വരിക. എന്താ ഏടത്തിമാർ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം മീനു ചോദിക്കും, നിന്റെ മനസ്സിലുള്ള സകല കുറ്റബോധങ്ങളും ഇപ്പം മാറിയില്ലേ എന്ന് പറയാണ്. അതേ ചേച്ചി, ജീവനെ ഫേസ് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവൻ നല്ല ആളാ. അവൻ എത്ര മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. ഞാൻ കാരണം നാട്ടുകാരുടെ ബന്ധുക്കളുടെ എല്ലാം മുന്നിൽ കല്യാണം മുടങ്ങി നിൽക്കേണ്ടി വന്ന ആളല്ലേ. എന്നിട്ട് പോലും എന്നോട് ഇത്ര മാന്യതയോടെ സംസാരിച്ചത് ജീവന്റെ നല്ല മനസ്സ് കാരണമാ എന്ന് പറയാം. ജീവന് ആരെ കല്യാണം കഴിച്ചാലും അതവരുടെ ഭാഗ്യവ എന്ന് പറയാം. അപ്പം മിത്ര ചോദിക്കും, അതെന്താ അങ്ങനെ? നിനക്കെന്നാ ജീവനെ കല്യാണം ആലോചിക്കട്ടെ എന്ന് പറയാം. ഒന്ന് പോ ചേച്ചി, ആ കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും ദ്രോഹിച്ചവളാ ഞാൻ. അങ്ങനെയുള്ളപ്പം ഇനി ജീവന് വേണ്ടി എന്നെ ആലോചിക്കുന്നു പറയുന്നത് പോലും വലിയ തെറ്റാ എന്ന് പറയാം. ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഒരു ന്യായം എനിക്കുണ്ട്. എങ്കിലും ജീവനോട് ഞാൻ ചെയ്തതിന് ഒരു ന്യായവും ഇല്ലല്ലോ എന്ന് പറയാം. അപ്പം മീന് പറയും, നീ എന്തിനാ മോളെ ഇങ്ങനെ സ്വയം ബ്ലെയിം ചെയ്യുന്നത്? നിന്റെ അവസ്ഥയിൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു പോകത്തുള്ളൂ. നീ അല്ലാതെ എന്ത് ചെയ്യുമായിരുന്നു? നിന്നെ അല്ലോക് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത് ആരുടെയും തെറ്റൊന്നും അല്ലല്ലോ എന്ന് പറയാം. എങ്കിലും അവനെ വിശ്വസിച്ച് അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകാൻ പാടില്ലായിരുന്നു അല്ലേ ചേച്ചി എന്ന് പറയാം. ആ സുഗന്യ ചേച്ചി കൂടി എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരിക്കലും അവനെ വിശ്വസിച്ച് ഞാൻ അവൻ്റെ അടുത്തേക്ക് മാപ്പ് പറയാൻ പോകത്തില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ അനു പറയണം കേട്ടോ. ഒരു സുഗന്യ ചേച്ചി ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ അവരവിടെ കൃഷ്ണമംഗലത്ത് സമാധാനത്തോടു കൂടി ജീവിക്കല്ലേ. മാമൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയ വീട്ടിൽ ആരോടും സുഗന്യ ചേച്ചിയെ പറ്റി പറയാതിരുന്നത് അത് വലിയ തെറ്റായി പോയോ എന്ന് മീനൊപ്പം പറയാം. പെട്ടെന്ന് മിത്ര പറയും, സുഗന്യ ചേച്ചി ഒരിക്കലും ചെറിയച്ഛന് ചേർന്നൊരു ബന്ധമല്ല. അവരെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ചെറിയച്ഛനൊട്ട് അറിയുന്നുമില്ല. ഇപ്പം ചെറിയച്ഛനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ്. നമ്മളിൽ നിന്നും ആകെ അകന്നുപോയി. ഇങ്ങനൊരു സാഹചര്യത്തിൽ സുഗന്യ ചേച്ചിയുടെ ചതികൾ കൂടി അറിഞ്ഞാൽ അതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ചെറിയച്ഛൻ ഉണ്ടാകത്തില്ല എന്ന് നമ്മുടെ മിത്രയും പറയാനിട്ട്. എന്തായാലും അനു വളരെ സമാധാനത്തോടു കൂടിയാണ് ദേവമംഗലത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ അനുവിൻ്റെ മുഖത്തെ പ്രസന്ന ഭാവം കാണുമ്പം ഗോമതി ഏടത്തിമാരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തു പറ്റി അനുക്കുട്ടിക്കുന്ന? അത് കേൾക്കുന്ന മീനു മിത്രം പറയും, ഞങ്ങളിന്ന് ക്ഷേത്രത്തിൽ വെച്ച് ജീവനെ കണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് കേൾക്കുമ്പം ഗോമതി പറയുന്നുണ്ട്, ജീവൻ എത്ര നല്ല പയ്യനാ. ഇപ്പം അനുമോളുടെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ ഇവിടുത്തെ മരുമകനാ അല്ലേ എന്ന് പറയാം. എന്തായാലും അത്രയും നല്ലൊരു ആളെ ഭർത്താവായി കിട്ടാനുള്ള യോഗം എൻ്റെ മോൾക്കില്ല, അത്ര തന്നെ എന്ന് പറയാം. അലോക് അവൻ ഒറ്റ ഒരുത്തം കാരണം എൻ്റെ മകളുടെ ജീവിതമല്ലേ ഇല്ലാതായത് എന്ന് പറയാം. ജീവൻ വളരെ നല്ല ആളാ. അനുവിനോടും വളരെ സ്നേഹത്തിലാണ് സംസാരിച്ചത്. അപ്പം മീനു പറയും, അമ്മേ ഇനി അനുവിനെ പറ്റിയുള്ള സകല കാര്യങ്ങളും മനസ്സിലായപ്പം അവളോടുള്ള സ്നേഹം ജീവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് പറയാം. ജീവൻ അങ്ങനെ ഒരു സ്നേഹം തോന്നിയിട്ട് കാര്യമുണ്ടോ? ഇനി ഒരിക്കലും ജീവൻ്റെ അച്ഛനും അമ്മയും നമ്മളുമായിട്ടുള്ളൊരു ബന്ധത്തിന് താല്പര്യം കാണിക്കത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഗോമതി അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പം മീനും ഇത്രയും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ജീവൻ്റെ മനസ്സിൽ അനുവിനോട് ഒരു പ്രണയം വളരുക തന്നെ ചെയ്യും കേട്ടോ. അനുവുമായിട്ട് അടുക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും